വാട്സപ്പിനകത്ത് വരുന്ന ചാറ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മുകളിൽ ഷെയർ ബട്ടൺ വരുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ ഷെയർ ബട്ടനകത്ത് 99% ആൾക്കാരും അറിയാതെ പോയ ഗംഭീരമായൊരു ഫീച്ചർ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. വാട്സപ്പിൽ നമുക്ക് വരുന്ന ടെക്സ്റ്റ് മെസ്സേജുകൾ, ചിത്രങ്ങൾ, ലിങ്കുകൾ അങ്ങനെ പലതിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഗംഭീരമായ ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് ഓരോന്നായി പറഞ്ഞു തരാം. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇംഗ്ലീഷിൽ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതുപോലെ മലയാളം അടക്കമുള്ള ഏത് ഭാഷയിലുള്ള മെസ്സേജ് ആയാലും ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എങ്കിൽ ആ മെസ്സേജ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് സാധാരണ പോലെ മുകളിലെ ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മെറ്റ AI എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് താഴെ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ മെസ്സേജിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് അറിയേണ്ടത് അത് എഴുതുക. എനിക്കിപ്പോൾ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് മെസ്സേജിൽ എന്ത് കാര്യമാണ് അറിയേണ്ടത് അത് എഴുതിയിട്ട് സെൻഡ് ചെയ്യുക. അല്പസമയം കൊണ്ട് തന്നെ മറുപടി ലഭിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ആ മെസ്സേജിൽ ഇംഗ്ലീഷ് മെസ്സേജിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ വൃത്തിയായിട്ട് വിശദീകരിച്ചിട്ട് എനിക്ക് മലയാളത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ ഏത് ഭാഷയിലുള്ള മെസ്സേജും നമുക്ക് ഇങ്ങനെ മലയാളത്തിലേക്കും മറ്റു ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് വരുന്ന മെസ്സേജുകൾ ചോദിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മെസ്സേജ് അയച്ച ആൾക്ക് മറുപടി കൊടുക്കണം. അത് നമുക്ക് മറുപടി എഴുതാൻ അറിയില്ല, മറ്റു ഭാഷകളിലാണ് മറുപടി എഴുതേണ്ടതെങ്കിൽ നമുക്ക് എന്താണ് മറുപടി എഴുതേണ്ടത് ആ കാര്യം ഇതിൽ എഴുതിയിട്ട് അത് ഏത് ഭാഷയിലേക്കാണ് നിങ്ങൾക്ക് എഴുതേണ്ടത് ആ കാര്യങ്ങളും എഴുതി ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്പസമയം കൊണ്ട് തന്നെ നമുക്ക് മെസ്സേജ് അയച്ച വ്യക്തിക്ക് അയക്കാനുള്ള മെസ്സേജ് സജഷനായിട്ട് 3 ഓപ്ഷൻ ഇതുപോലെ നൽകുന്നതാണ്. ഇതിൽ ഏതാണ് അയാൾക്ക് അയക്കാൻ നല്ല മറുപടി അത് കോപ്പി ചെയ്തിട്ട് അയാൾക്ക് അയാളുടെ ഭാഷയിൽ തന്നെ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതുകൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോജനം പറഞ്ഞു തരാം. ഇതിപ്പോൾ വാട്സപ്പിൽ വന്നൊരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ബില്ലാണ്. ഈ ബില്ല് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വരുന്ന വാട്സപ്പിലെ ചിത്രം ഉണ്ടാവല്ലോ, ആ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നേരത്തെ പോലെ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിവിടെ ഷെയർ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ മെറ്റ AIയിലേക്ക് കൊടുത്തിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആ ചിത്രത്തെക്കുറിച്ച് എന്താണ് അറിയേണ്ടത് ആ കാര്യം എഴുതാം. ഇപ്പം ഞാൻ ഇതിലെ കണക്കിൻ്റെ കാര്യമാണ് ചോദിച്ചത്, കണക്കൊക്കെ ക്ലിയർ ആണോന്ന്. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട കാര്യം എഴുതിയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അല്പസമയം കൊണ്ട് തന്നെ നേരത്തേത്തതുപോലെ ഇതുപോലെ മറുപടി വരുന്നതാണ്. ഇപ്പോൾ ആ ബില്ലിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബില്ലിൽ 2 രൂപയുടെ തെറ്റുണ്ടെന്ന വളരെ കൃത്യമായ കാര്യവും ഇത് നിരീക്ഷിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചിത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതുകൊണ്ടുള്ള മൂന്നാമത്തെ പ്രയോജനം പറഞ്ഞു തരാം. ഇപ്പോൾ വാട്സപ്പിനകത്ത് വന്ന ചിത്രത്തിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് ഷെയർ കൊടുക്കുക. എന്നിട്ട് മെറ്റ AIയിലേക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ എന്ത് എഡിറ്റിംഗ് ആണ് വേണ്ടത് അത് മലയാളത്തിൽ എഴുതാൻ പാടില്ല, ചിത്രം എഡിറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതണം. അപ്പോൾ ഇംഗ്ലീഷിൽ എന്താണ് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ മാറ്റം വരുത്തേണ്ടത് അത് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഹാപ്പി ബർത്ത്ഡേയുടെ പോസ്റ്റർ നിർമ്മിക്കാനാണ് പറഞ്ഞത്. ആ ചിത്രം ഉപയോഗിച്ചിട്ട് എനിക്ക് വളരെ വൃത്തിയായിട്ട് തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാനും ഈ ഒരു ഓപ്ഷൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതര ഭാഷകളിലുള്ള പോസ്റ്ററുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഷെയർ ചെയ്ത് മെറ്റ AIയിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ആ പോസ്റ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ആരെങ്കിലും വീഡിയോ ലിങ്കുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റ് ലിങ്കൊക്കെ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഷെയർ കൊടുത്തിട്ട് ഡയറക്റ്റ് മെറ്റ AIയോട് തന്നെ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ നേരിട്ട് മെറ്റ AIയിലൂടെ വാട്സപ്പിനകത്ത് നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഓഡിയോ വീഡിയോ ഫയലുകൾ നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.